ഇത് നമ്മുടെ നാട്ടിൽ ഇല്ലീഗലാണ്, UK ലീഗലാണ്. ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത് എത്താൻ പറ്റില്ല എനിക്ക്. അടുത്ത് എത്തുമ്പോഴേക്കും ഇത് ഓടി വേറെ വഴിക്ക് പോവുകയായിരുന്നു. ഒരു അൺമൈലിന് വന്ന റേറ്റ് 200 പൗണ്ടിൻ്റെ അടുത്താണ്. അതായത് ഇന്ത്യൻ രൂപയിൽ നോക്കുമ്പോൾ 20,000 രൂപ. അതുപോലെ തന്നെ ഹായ് ഗൈസ്, ഞാൻ മുൻപ് വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലെ കുറച്ച് ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് കൂടി ഒരു മീറ്റപ്പ് വെച്ചേക്കുക. അപ്പോൾ ആ മീറ്റപ്പിനാണ് ഇന്ന് പോണത് ഞാൻ. അപ്പോൾ ഞാൻ താമസിക്കുന്നിടത്തുനിന്നൊക്കെ മാറി ഇത്തിരി ഉള്ളിലായിട്ടുള്ള വില്ലേജ് ഏരിയയിലാണ് പരിപാടി വെച്ചേക്കണത്. ഏകദേശം ഒരു 5 മണിയോട് കൂടിയാണ് എല്ലാവരും അവിടെ എത്തിച്ചേരുമെന്ന് പറഞ്ഞേക്കണേ. ഹലോ. Yeah. Good, good. The TikTok? TikTok, bye. You okay? Yeah. Where is Justin? ഞങ്ങളൊരു 5 ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയാണ് ഇന്ന് ഇവിടുത്തെ ബാർബിക്യൂ പാർട്ടിയിൽ ജോയിൻ ചെയ്യണത്. അപ്പോൾ ഈ കാണുന്ന ഫീൽഡിൽ കാറ് പാർക്ക് ചെയ്ത് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ നടന്നു തുടങ്ങി. പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റും ഫെൻസ് ഇട്ടേക്കണത്, ഇലക്ട്രിക് ഫെൻസ് ആണത്. ആക്ച്വലി ഇപ്പോൾ അത് ഡിസ്കണക്ട് ചെയ്തിട്ടേക്കുക, അല്ലെങ്കിൽ ഇതുമ്പോൾ തൊട്ടാൽ ചെറുതായിട്ട് നമുക്ക് ഷോക്ക് അടിക്കും. ഇതിവിടെ ഇട്ടേക്കണമെന്ന് വെച്ചാൽ ഇവിടെ കുതിര, മയിൽ, അതുപോലെ തന്നെ കുറച്ച് കോഴികൾ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉള്ളതുകൊണ്ട് അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഈ ഇലക്ട്രിക് ഫെൻസ് ഇട്ടേക്കണത്. മെയിൻ റോഡിൽ നിന്നൊക്കെ മാറി കുറച്ച് അകത്തോട്ടാണ് ഈ ഫീൽഡ്. ആക്ച്വലി ഇവിടെ എല്ലാവരും നേരത്തെ എത്തി. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നുകൊണ്ട് ഇത്തിരി വൈകിയാണ് ഞാനിവിടെ എത്തിയത്. ആക്ച്വലി രാവിലെ നല്ല ക്ലൗഡി വെതർ ആയിരുന്നു, അതുപോലെ തന്നെ ചെറുതായിട്ട് മഴയും പെയ്യുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു വൈകിട്ട് എന്താവുമെന്ന്. പക്ഷെ വൈകിട്ടായപ്പോഴേക്കും വെതർ മൊത്തത്തിൽ ചേഞ്ചായി. നല്ല വെയിലും ഉണ്ട്, നല്ല ചൂടും ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ ഇന്നത്തെ പാർട്ടി. അപ്പോൾ എല്ലാവരും ഓരോ ഡ്രിങ്ക്സൊക്കെ എടുത്ത് റിലാക്സ് ചെയ്ത് സംസാരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെയാണ്. ആൾ ഈ പ്രോപ്പർട്ടി വാങ്ങിച്ച് ഇതിനകത്ത് കുറച്ച് ക്യാമ്പ് സൈറ്റ് പോലെയൊക്കെ കുറച്ച് വർക്കൊക്കെ ചെയ്ത് റെഡിയാക്കി എടുത്തതാണ്. ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെറുതായിട്ട് പരിചയപ്പെടുത്താം. ഒരു സെക്ഷൻ തിരിച്ച് പച്ചക്കറിക്ക് വേണ്ടി മാത്രം ചെയ്തിട്ട് നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല നെറ്റൊക്കെ ഇട്ടേക്കണത്. ഇവിടെ കോഴിയുണ്ട്, അപ്പോൾ കോഴികൾ കൊത്തി തിന്നാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇട്ടേക്കണത്. ഇവിടെ ഒത്തിരി ബീൻസ് ഉണ്ടായി കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാബേജ് കൃഷി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉരുളൻകിഴങ്ങ്, കോളിഫ്ലവർ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കൂടുതലും ഇതിൻ്റെ സീസൺ കഴിഞ്ഞ് അവർ പറിച്ചെടുത്ത് കഴിഞ്ഞു. അവരുടെ വീട്ടിലേക്ക് എടുക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് അവർ കൃഷി ചെയ്തേക്കണത്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഇത് കൃഷി ചെയ്തേക്കണത്. നല്ല ഹോട്ടൊക്കെ കത്തിച്ചിട്ടുണ്ട്. പ്രോപ്പർ ഇംഗ്ലീഷ് ഫുഡാണ്. ഹോട്ട് ഡോഗാണ്. ഈ ഹട്ടിന് ഇവിടെ പറയുന്ന ഷെപ്പേഡ്സ് ഹട്ട് എന്നാണ്. അപ്പോൾ ഈ ഹട്ടിലേക്ക് കയറുമ്പോൾ വിൻ്റർ സമയത്തൊക്കെ തെന്നാണ്ടിരിക്കാൻ വേണ്ടി ഒരു നെറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നന്നായി, നല്ല ഗ്രിപ്പ് ഇടുന്നുണ്ട്. പിന്നെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ചെറിയ ബെഡാണ്, 2 പേർക്ക് കിടക്കാൻ പറ്റിയ ബെഡാണ്. ബാക്കിയുള്ള ബെഡുകളൊക്കെ പോർട്ടബിൾ ബെഡുകളാണ് എടുത്തു വെച്ചേക്കുന്നത്. പിന്നെ 2 ചെയറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറുതായിട്ട് നമുക്ക് ചൂട് കായാനായിട്ടൊരു ചെറിയ ചിമ്മിനി പോലെ കൊടുത്തിട്ടുണ്ട്. ഇത് ഗ്യാസിൽ വറക്കാനല്ല, ഇത് വിറക് ചിമ്മിനിയാണ്. വിറകിട്ട് നമ്മൾ കത്തിക്കണം. അതുപോലെ തന്നെ ഒരു കിച്ചൺ ഉണ്ട്. കിച്ചൺ ചെറുതാണെങ്കിൽ പോലും അത്യാവശ്യം വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇത് മൊത്തം സോളാറിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അത്യാവശ്യം ലൈറ്റും അതുപോലെ തന്നെ ഓവനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം സോളാറിൽ നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. വാവ്. പൊതുവേ നമ്മളെ അപേക്ഷിച്ച് ഇവർ വളരെ ലൈറ്റായിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡിങ് രീതിയാണ് ഇവരുടെ. സമയം ഏകദേശം ഈവനിങ് 8 മണിയുടെ അടുത്തായി. പക്ഷെ ഇതുവരെയായിട്ടും സൺലൈറ്റ് പോയിട്ടില്ല. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു പോണ്ടുണ്ട്. അതിനകത്ത് നല്ല വെള്ള ആമ്പൽ നിൽപ്പുണ്ട്. അത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ആമ്പലാണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. ഇത് ഇവിടുത്തെ പെറ്റ് ഡോഗാണ്.
പുള്ളി ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇവിടെ പാർട്ടി നടക്കണ്ടെന്നോ ഇവിടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടെന്നോ സൗണ്ട് വെക്കണ്ടെന്നോ മീൻസ് ലൗഡായിട്ട് പാട്ട് വെച്ചേക്കണമെന്നും പുള്ളിക്ക് വിഷയമല്ല. പുള്ളി ഇതിൻ്റെ ഇടയിൽ കൂടെ പാർട്ടി എൻജോയ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നടപ്പുണ്ട്. ആൾക്കാർ തൊടണതും തലോടണമൊന്നും പുള്ളിക്ക് വിഷയമല്ല. ഇത് ഞങ്ങളുടെ പാർട്ടിയിലെ ഏറ്റവും ചെറിയ മെമ്പർ. ആൾക്ക് 1.5 വയസ്സുള്ളൂ. ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ മകനാണ്. ഇതാണ് ഇവിടുത്തെ ഷവർ റൂം. ഈ ഹട്ടിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഇത് പുറത്ത് ചെയ്തെടുത്തേക്കണതാണ്. പക്ഷേ ഇവിടെ ചൂടുവെള്ളവും തണുത്ത വെള്ളവും ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഇതാണ് ടോയ്ലറ്റ്. എന്തായാലും ടോയ്ലറ്റിൻ്റെ അകമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് മൊത്തം വുഡ് കൊണ്ടാണ് ചെയ്തേക്കണത്. സിറ്റിയിൽ നിന്ന് അത്യാവശ്യം മാറി ആയതുകൊണ്ട് തന്നെ വളരെ ശാന്തമാണ് ഈ സ്ഥലം. പിന്നെ അതുപോലെ തന്നെ ഒരു ട്രീ ഹൗസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് പുള്ളിയുടെ പിള്ളേർക്ക് വേണ്ടി ചെയ്തേക്കണം. പുള്ളി ബിൽഡ് ചെയ്തെടുത്താണിത്. പുള്ളിക്ക് സ്വന്തമായിട്ട് മയിലുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ മയിലിനെ വാങ്ങിച്ച് പെറ്റായിട്ട് വളർത്താം. അപ്പോൾ ഈ കോഴികളുടെ കൂട്ടത്തിലാണ് മയിലിനെ ഇട്ടേക്കണത്. ഈ ഫെൻസിൻ്റെ ഉള്ളിൽ ഇട്ടേക്കണത്. ഇവിടെ കുറുക്കൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫെൻസ് ഇല്ലാണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കോഴികളെല്ലാത്തിനും കുറുക്കൻ എന്തായാലും പിടിക്കും. ഞാൻ മയിലിനെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് മയിലിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ എന്നെ പരിചയമില്ലാത്തതുകൊണ്ട് മയിൽ ആകെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്ക് എന്നെ പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ ആൾ നന്നായിട്ട് പാനിക്കായിരുന്നു. ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത് എത്താൻ പറ്റണില്ല എനിക്ക്. അടുത്ത് എത്തുമ്പോഴേക്കും ഇത് ഓടി വേറെ വഴിക്ക് പോവുകയായിരുന്നു. ഇതൊരു 12 വോൾട്ട് ബാറ്ററിയാണ്. അപ്പോൾ ഈ ബാറ്ററി ഏകദേശം ഒരു ആഴ്ചയോട് അടുത്ത് ചാർജ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഓരോ ആഴ്ച ബാറ്ററി മാറ്റി വയ്ക്കും. കൊണ്ടുപോയി ചാർജ് ചെയ്ത് തിരിച്ചു കൊണ്ട് വയ്ക്കും. എന്നിട്ട് ഇതിൻ്റെ ഒരു ലെഗ് നമ്മുടെ ഈ വയറിലേക്ക് കൊടുത്തേക്കുന്നത്. ഇത് കാണുമ്പോൾ നെറ്റ് ഇട്ടേക്കണ മാതിരി തോന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയ നൂൽ കമ്പികൾ ഇങ്ങനെ പോയിട്ടുണ്ട്. ഇങ്ങനെ ചുറ്റി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അകലെ നിന്ന് കാണുമ്പോൾ ഇതൊരു സാധാ നെറ്റാന്ന് വിചാരിച്ചിട്ട് നമ്മൾ കയറി പിടിച്ചാൽ ചെറുതായിട്ട് നമുക്ക് അടി കിട്ടും. ആക്ച്വലി ഈ ഇലക്ട്രിക് ഫെൻസാണ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണത്. ഈ ഇലക്ട്രിക് ഫെൻസ് ഉള്ളതുകൊണ്ട് തന്നെ റാറ്റും അതുപോലെ തന്നെ ഫോക്സൊന്നും ഇതിൻ്റെ അകത്തോട്ട് കയറില്ല. ഇതെങ്ങനെ ഓഫായി പോവുകയാണെങ്കിൽ ഈ സാധനങ്ങളെല്ലാം അകത്ത് കയറി ഇതുങ്ങൾ പിടിക്കും. ഇതാണ് മയിലിൻ്റെ കൂട്. അത്യാവശ്യം വലിയ കൂടാണ് മയിലിന് ചെയ്ത് വെച്ചേക്കുന്നത്. കാരണം പീലിക്കൊക്കെ അത്യാവശ്യം നീളം ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ കൂട് വേണമല്ലോ. അതുപോലെ തന്നെ ഇപ്പുറത്ത് കാണുന്നത് കോഴിയുടെ കൂടാണ്. ഇവിടെ ഒരു ആൺമയിലും 2 പെൺമയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ കോഴികളുടെ കൂട്ടത്തിലാണ് ഇതുങ്ങളെ ഇട്ടേക്കണേ. പക്ഷേ കോഴികളും മയിലുകളും തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുകൂടെ അങ്ങനെയൊന്നുമില്ല. ഒരു ജോയിൻറ്റ് ഫാമിലി ആയിട്ട് ഹാപ്പി ആയിട്ടാണ് ഇവർ പോണത്. നട്ട്സും ഗോതമ്പൊക്കെയാണ് അതിവിടെ കൊത്തി തിന്നണത്. അതുപോലെ തന്നെ ഇതിന് ലാസ്റ്റ് ഇയർ ഇത് മുട്ടയിട്ടായിരുന്നു. പക്ഷേ ഇത് ഹാച്ചായില്ല എന്ന് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ ഒരു മയിലിനെ പിടിക്കണേ. ഇത് നമ്മുടെ നാട്ടിൽ ഇല്ലീഗലാണ്. UK ലീഗലാണ് മയിലിനെ വളർത്തുന്നത്. പലപ്പോഴും മയിലുകളെ കൂട്ടി കിടക്കണതോ അതോ ദൂരത്തിലോ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ എടുക്കാൻ പറ്റുമെന്നോ ഇത്ര അടുത്ത് കാണാൻ പറ്റുമെന്നോ ഞാൻ ജീവിതത്തിൽ വിചാരിച്ചില്ല. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് മയിലിന്. അതുപോലെ തന്നെ ഇതിൻ്റെ നഖങ്ങളും ഭയങ്കര ഷാർപ്പാണ്. UK ലീഗലി മയിലിനെ വാങ്ങാനും വിൽക്കാനും സാധിക്കും. ഏകദേശം ഒരു ആൺമയിലിന് വന്ന റേറ്റ് 200 പൗണ്ടിൻ്റെ അടുത്താണ്. അതായത് ഇന്ത്യൻ രൂപയിൽ നോക്കുമ്പോൾ 20,000 രൂപ. അതുപോലെ തന്നെ പെൺമയിലിന് വന്നത് 100 പൗണ്ടിൻ്റെ അടുത്താണ്. അത് ഇന്ത്യൻ രൂപയിൽ കണക്ക് കൂട്ടുമ്പോൾ 10,000 രൂപ അടുത്താണ് വന്നത്. എന്തോ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ തൊടലും പിടിക്കലൊക്കെ ഇല്ലീഗലാണെന്ന് പറഞ്ഞ് പഠിച്ചേക്കണതും കേട്ടേക്കണതും കൊണ്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ലീഗലായിട്ട് പോലും ഇതിനെ പിടിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ടെൻഷൻ. ഇപ്പം സമ്മർ ആയതുകൊണ്ടാണ് ഇതിനെ കാണാൻ ഇത്ര ഭംഗി. അതുപോലെ തന്നെ ഇതിൻ്റെ ഫെദറുകളെല്ലാം ഇങ്ങനെ വിരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത്. ഇനി വിൻ്റർ ആകുമ്പോൾ ഇതിൻ്റെ ഫെദറെല്ലാം കൊഴിയും എന്നാണ് പറയണത്. ഫെദറെല്ലാം കൊഴിഞ്ഞ് ഇതിനെ കാണാൻ അത്ര ഭംഗിയില്ലാത്ത രീതിയിലേക്ക് മാറും. ഏകദേശം ഇതിൻ്റെ പെൺമയിലിനെ പോലെ ആവും ഇതിനെയും കാണാൻ. ഇത് ഇവരിവിടെ വളർത്തുന്ന കുതിരയാണ്. ഈ കുതിരയുടെ പേര് ഡോളി എന്നാണ്. ഇത് ഫീമെയിലാണ്. ആൾക്ക് മെയിലുകളൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അടുത്ത് പോകുമ്പോൾ സൂക്ഷിക്കണമെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഏത് നേരം ഇതിനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കണം. മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തൊഴിക്കാനും ചിലപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് ഓടിപ്പോകാനും ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്ന വരെ മസാജ് ചെയ്തുകൊണ്ടിരിക്കാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ മയിലിനെ എടുത്തപ്പോൾ എൻ്റെ അത് ബനിയും കീറിപ്പോയി. അതിൻ്റെ നഖം ഭയങ്കര ഷാർപ്പായിരുന്നു. ഇത് പിടിച്ച് മാന്തിയതാണ്. പക്ഷേ എനിക്ക് അകത്തൊന്നും പറ്റിയില്ല. ഭയം കൊണ്ട് ഈ ഡ്രസ്സ് മാത്രമേ കീറിപ്പോയുള്ളൂ. ഞാൻ വണ്ടിയിലൊരു ജാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇതാണ് സംഭവം. ഇത് നമുക്ക് സുഖം കൊണ്ടടക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് ജാക്കറ്റായിട്ട് വെറുതെ ഇട്ട് നടക്കണ്ട. ഇതിങ്ങനെ നിവർത്താം. അതിൻ്റെ ഉള്ളിൽ സാധനം എടുക്കുക. അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് ആവശ്യം കഴിഞ്ഞാൽ മടക്കി വയ്ക്കാം. ഈ ജാക്കറ്റ് ഈസി പരിപാടിയാണ്. ജാക്കറ്റ് അതിൻ്റെ ഉള്ളിൽ പോയി സിബ് തുറക്കുക. ഈ ജാക്കറ്റിൻ്റെ സാധനം ഇതിൻ്റെ ഉള്ളിൽ കിടന്നോളും എവിടെയെങ്കിലും.
ഇനി ജാക്കറ്റ് ഇങ്ങനെ ഇടാം. എവിടെ കൈ കിട്ടുന്നല്ല. അത്യാവശ്യം ചെറിയ തണുപ്പിലൊക്കെ പിടിച്ചിരിക്കാം. സെറ്റ് സാധനമാണ്. ഞാൻ ഈ കോഴിയുടെയും മയിലിൻ്റെയും അതുപോലെ തന്നെ കുതിരയുടെ ഒക്കെ പുറകെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര പ്രകൃതി സ്നേഹിയാന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് വേണ്ടി അവൻ പിടിച്ചുകൊണ്ട് തന്നാണ്. കൈ മടക്കി കൊണ്ടു തന്നപ്പോൾ ഞാൻ എന്താണെന്ന് അറിയില്ലായിരുന്നു. കയ്യിൽ തുറന്ന് കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നല്ല പച്ചത്തവള. മുസ്തി, മരിയാൻ, ജസ്റ്റി, അലക്സ്. Oh, sorry. Reese. ചിക്കൻ മാഫിയ. അങ്ങനെ നേരെ ഉരുട്ടി തുടങ്ങി. ചെറുതായിട്ട് തണുപ്പും തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തു. ഇത് അത്യാവശ്യം ഉള്ളോട്ട് കയറിയ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒച്ചത്തി പാട്ട് വെക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിൻ്റെ പ്രദേശത്തെങ്ങും ആരും താമസിക്കാത്തതുകൊണ്ട് തന്നെ ഫയർ ഇടുന്നതിനോ അങ്ങനെ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. Your mom and dad here or Here now? Yeah. You stay with you? അങ്ങനെ ഇത്ര നേരം ഓടിപ്പാഞ്ഞിടന്ന് അവന് യൂട്യൂബിൽ ഒരു വീഡിയോ വെച്ച് കൊടുത്ത് അവിടെ മൂലയ്ക്ക് ഇരുത്തിയിട്ട് അവൻ ഭംഗിയായിട്ട് അവിടെ ഇരുന്ന്. UK മിക്ക കുട്ടികളും ഇങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം വെച്ച് കൊടുത്ത് അവിടെ ഇരുത്തി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് മാന്യമായിട്ട് കണ്ടോളും. വേറെ ഒരു ശല്യത്തിനും വരില്ല. UK ഈ തണുപ്പത്ത് ഈ ക്യാമ്പ് ഫയറിന് ചുറ്റും ഇങ്ങനെ ഇരിക്കാനായിട്ട് വല്ലാത്തൊരു ഫീലാണ്. ഞാൻ UK വന്നിട്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്ത കമ്പനിയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത കൊളീഗ്സാണ് ഇവർ. കാര്യം ആ കമ്പനിയിൽ ഒത്തിരി അധികം സ്റ്റാഫുകൾ ഉണ്ടെങ്കിലും ഞങ്ങൾ 5 പേരും എങ്ങനെയോ കണക്റ്റഡായി. പിന്നീട് ഞാനടക്കം പലർക്കും നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്ന് കമ്പനികൾ മാറി ജോലി ചെയ്യേണ്ടി വന്നിട്ടും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഞങ്ങൾ. അങ്ങനെ ഒരു വണ്ടർഫുൾ ഈവനിങ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു.